ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. ഒന്നാമത്തെ ചോദ്യം, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ എന്താണ്? ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. അപ്പോൾ ചാലകങ്ങൾ എന്താണ്? വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ചാലകങ്ങളാണ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഇൻസുലേറ്ററുകളാണ്. ബൾബ് പ്രകാശിക്കാത്ത വൈദ്യുതി കടന്നു പോകാത്ത സർക്യൂട്ട് ഏത് തരം സർക്യൂട്ടാണ്? തുറന്ന സർക്യൂട്ട്. ബൾബ് പ്രകാശിക്കാത്ത വൈദ്യുതി കടന്നു പോകാത്ത സർക്യൂട്ട് ഏത് തരം സർക്യൂട്ടാണ്? തുറന്ന സർക്യൂട്ട്. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാര്? ക്രിസ്റ്റിയൻ ഈസ്റ്റഡ്. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റിയൻ ഈസ്റ്റഡ്. ബൾബ് ഫ്യൂസ് ആകുമ്പോൾ സർക്യൂട്ട് ഏതവസ്ഥയിലാണ്? തുറന്ന അവസ്ഥയിൽ. ബൾബ് ഫ്യൂസ് ആകുമ്പോൾ സർക്യൂട്ട് ഏതവസ്ഥയിലാണ്? തുറന്ന അവസ്ഥയിൽ. ഇനി അടഞ്ഞ സർക്യൂട്ടുമായി ബന്ധപ്പെട്ടതാണ് വൈദ്യുതി കടന്നു പോകുന്നത്. അടഞ്ഞ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുതി കടന്നു പോകുന്നു. ഇനി വൈദ്യുത കാന്തം ഉപയോഗപ്പെടുത്തുന്ന പ്രധാന ഉപകരണങ്ങൾ ഏവ? വൈദ്യുത ഫാൻ, ഇലക്ട്രിക് ബെൽ, വൈദ്യുത മോട്ടോർ. വൈദ്യുത കാന്തം ഉപയോഗപ്പെടുത്തുന്ന പ്രധാന ഉപകരണങ്ങളാണ് വൈദ്യുത ഫാൻ, ഇലക്ട്രിക് ബെൽ, വൈദ്യുത മോട്ടോർ. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്നതാണ് വൈദ്യുത കാന്തങ്ങൾ. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്നതാണ് വൈദ്യുത കാന്തങ്ങൾ. ഒരു ടോർച്ച് സെല്ലും ബൾബും ചെമ്പ് കമ്പിയും ഉപയോഗിച്ച് സർക്യൂട്ട് ക്രമീകരിച്ചെങ്കിലും ബൾബ് പ്രകാശിച്ചില്ല. കാരണം എന്തായിരിക്കും? ചെമ്പ് കമ്പി ടോർച്ച് സെല്ലിൽ തൊട്ടിട്ടില്ല. ഒരു ടോർച്ച് സെല്ലും ബൾബും ചെമ്പ് കമ്പിയും ഉപയോഗിച്ച് സർക്യൂട്ട് ക്രമീകരിച്ചെങ്കിലും ബൾബ് പ്രകാശിച്ചില്ല. കാരണം എന്തായിരിക്കും? ചെമ്പ് കമ്പി ടോർച്ച് സെല്ലിൽ തൊട്ടിട്ടില്ല. ചെമ്പ്, അലുമിനിയം, ഇരുമ്പ്, സ്റ്റീൽ മുതലായവ വൈദ്യുതി കടത്തിവിടുന്നതിനായി പരീക്ഷണത്തിൽ നിന്നും കണ്ടെത്തി. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ലോഹങ്ങൾ ചാലകങ്ങളാണ്. ചെമ്പ്, അലുമിനിയം, ഇരുമ്പ്, സ്റ്റീൽ മുതലായവ വൈദ്യുതി കടത്തിവിടുന്നതായി പരീക്ഷണത്തിൽ നിന്നും കണ്ടെത്തി. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ലോഹങ്ങൾ ചാലകങ്ങളാണ്. ഫ്യൂസ് വയറിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? MCB ആണ്. ഫ്യൂസ് വയറിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്നത് MCB ആണ്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. എന്താണ് സേഫ്റ്റി ഫ്യൂസ്? അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉപയോഗപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഇനി എന്താണ് ജലവൈദ്യുത നിലയം? അണകെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉയരത്തിൽ അണകെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിക്കുന്നു. ഒഴുകുന്ന ജലത്തിൻ്റെ ഊർജം ഉപയോഗിച്ച് ടർബൈൻ കറങ്ങുന്നു. ഇത് ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ അളവിനനുസരിച്ച് ജലത്തിൻ്റെ ഒഴുക്ക് ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ജലവൈദ്യുത നിലയത്തിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി വൈദ്യുത ഷോക്ക് ഏറ്റാൽ എന്താണ് ചെയ്യുന്നത്? ആദ്യം ചെയ്യേണ്ടത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ വേണം. ഇവ സാധ്യമാവാത്ത പക്ഷം വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ തള്ളി മാറ്റണം. ഗുരുതരമായ ഷോക്കാണെങ്കിൽ ഷോക്കേറ്റയാളെ ആശുപത്രിയിലും എത്തിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷോക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ. ഇനി MCB നമ്മൾ എന്താണെന്ന് പറഞ്ഞു? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പോൾ ഫ്യൂസിന് പകരം വീടുകളിൽ MCB ഉപയോഗിക്കുന്നു. വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ ഈ സംവിധാനം സർക്യൂട്ട് വിച്ഛേദിക്കുന്നു. വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ ഈ സംവിധാനം സർക്യൂട്ട് വിച്ഛേദിക്കുന്നു. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഇൻസുലേറ്ററുകൾ.
ബൾബ് പ്രകാശിക്കാത്ത വൈദ്യുതി കടന്നു പോകാത്ത സർക്യൂട്ടാണ് തുറന്ന സർക്യൂട്ട്. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ബൾബ് ഫ്യൂസ് ആകുമ്പോൾ സർക്യൂട്ട് തുറന്ന അവസ്ഥയിലാണ്. അടഞ്ഞ സർക്യൂട്ട് എങ്ങനെയാണ്? വൈദ്യുതി കടന്നു പോകുന്നു. വൈദ്യുത കാന്തം ഉപയോഗപ്പെടുത്തുന്ന പ്രധാന ഉപകരണങ്ങളാണ് വൈദ്യുത ഫാൻ, ഇലക്ട്രിക് ബെൽ, വൈദ്യുത മോട്ടോർ. കാന്തികതയും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്നതാണ് വൈദ്യുത കാന്തങ്ങൾ. ചെമ്പ്, അലുമിനിയം, ഇരുമ്പ്, സ്റ്റീൽ മുതലായവ വൈദ്യുതി കടത്തിവിടുന്നതായി പരീക്ഷണത്തിൽ നിന്നും കണ്ടെത്തി. ഇതിൽ നിന്നും എന്ത് മനസ്സിലാവുന്നു നമുക്ക്? ലോഹങ്ങൾ ചാലകങ്ങളാണ്. ഫ്യൂസ് വയറിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? MCB. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക്